അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലഡ് സെൽ കൗണ്ടിങ്ങിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് പഠിച്ചു. നമുക്ക് അതുപോലെ അടുത്ത് പഠിക്കാനുണ്ട് ബ്ലഡ് ഗ്യാസ് അനലൈസർ. നമുക്കറിയാം ബ്ലഡിൽ അല്ലെ പലതരം ഗ്യാസസ് ഉണ്ടാവും. അതൊക്കെ മെയിനായിട്ട് ഓക്സിജൻ ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. പിന്നെ അതുപോലെ ബ്ലഡിന് എന്തുണ്ട്, pH വാല്യൂ ഉണ്ട് അല്ല, സ്ലൈറ്റ്ലി എന്തായിരുന്നു ബ്ലഡ് ആൽക്കലൈനാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഡിവൈസിൻ്റെ പേരാണെന്ത്, ബ്ലഡ് ഗ്യാസ് അനലൈസർ. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ദി pH അല്ലേ, pH മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പാർഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ പാർഷ്യൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഇത് ഓക്സിജൻ, പിന്നെ എക്സസ് ബേസ്, ബൈകാർബണേറ്റ്, ബ്ലഡിൽ ബൈകാർബണേറ്റ് ഉണ്ട്, ബൈകാർബണേറ്റ്, ഇതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ബ്ലഡ് ഗ്യാസ് അനലൈസർ. അപ്പോൾ pH മെഷർ ചെയ്യാം, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ബേസ് എക്സസ് ആൻഡ് ബൈകാർബണേറ്റ്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, നമ്മൾ ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് പെട്ടെന്നൊക്കെ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഇതെന്തിന് ഇടയാക്കും, വിൽ ലീഡ് ടു ദി വെൻട്രിക്കുലർ ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഈവൻ ഡെത്ത് അല്ലേ. അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ അളവ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഓക്സിജൻ്റെ pH വാല്യൂ ഒക്കെ എന്ത് ചെയ്യണം, ഒരു ലിമിറ്റിൽ എന്ത് ചെയ്യാൻ പാടില്ല, എക്സീഡ് ചെയ്യാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ നോർമൽ ബ്ലഡിൻ്റെ pH എന്ന് പറയുന്നത് എത്രയാണ്, 7.35 to 7.45 ആണ്. അപ്പോൾ 7-നേക്കാളും pH കൂടുകയാണെന്നതിൻ്റെ അർത്ഥം എന്താ, ആൽക്കലൈനാണ് അല്ല. 7-നേക്കാളും കുറഞ്ഞാൽ എന്തായിരിക്കും, ആസിഡ് ആയിരിക്കും. അപ്പോൾ ഇത് 7-നേക്കാളും കൂടുതലാണ് ബ്ലഡ്, അപ്പോൾ ബ്ലഡ് എപ്പോഴും എന്താണ്, സ്ലൈറ്റ്ലി ആൽക്കലൈനാണ്. ഇനി ഈ വാല്യൂ pH വാല്യൂ ഈ 7.35 അല്ലെങ്കിൽ 7.45-നേക്കാളും കൂടുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും, ആൽക്കലോസിസ് എന്നാണ് വിളിക്കുക. അതുപോലെ ചില ആളെ ബ്ലഡിൽ അതിൻ്റെ pH വാല്യൂ ഈ 7.35-നേക്കാളും കുറവായിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് അസുഖമുണ്ട്, അസിഡോസിസ് എന്ന് പറഞ്ഞ രോഗമുണ്ട്. ഇത് വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്ത് വിളിക്കും, അസിഡോസിസ് എന്ന് വിളിക്കും. ഈ 7.45-നേക്കാളും കൂടിയ ഡിസീസിനെ വിളിക്കുന്ന പേരാണെന്ത്, ആൽക്കലോസിസ്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് മെഷർ ചെയ്യേണ്ടി വരും, ബ്ലഡിൻ്റെ pH വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ഈ ഡിവൈസിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് വളരെ ഫാസ്റ്റാണ്. 1 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു റിസൾട്ട് എല്ലാം എന്ത് ചെയ്യും, ഇത് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി വരുന്ന ബ്ലഡ് എത്രയാണ്, 25 ml ബ്ലഡ് ഈ മെഷീനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 1 മിനിറ്റിനുള്ളിൽ തന്നെ ഈ വാല്യൂസ് എല്ലാം ഒരു റീഡിംഗ് ആയിട്ട് എന്ത് ചെയ്യും, അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ഈ മെഷീനിൽ മെയിനായിട്ട് 3 സെൻസേഴ്സാണ് ഉപയോഗിക്കുന്നത്. എന്തൊക്കെ, pH മെഷർ ചെയ്യാൻ വേണ്ടി ഒരു സെൻസർ ഉണ്ടാവും, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് മെഷർ ചെയ്യാൻ വേണ്ടി സെൻസർ ഉണ്ടാവും, പിന്നെ ഓക്സിജൻ്റെ അളവ് മെഷർ ചെയ്യാൻ വേണ്ടി സെൻസർ ഉണ്ടാവും. ഈ 3 സെൻസർ വാല്യൂ വെച്ചിട്ടാണ് ബാക്കി ബേസ് എക്സസ് വാല്യൂ, ബൈകാർബണേറ്റ് വാല്യൂ ഒക്കെ എല്ലാം എന്ത് ചെയ്യുന്നത്, ഈ ഡിവൈസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഡിവൈസ് നിങ്ങൾക്ക് 5 വാല്യൂ തരും, പക്ഷേ എത്ര സെൻസേഴ്സേ ഉള്ളൂ, അതിൽ 3 സെൻസറേ ഉള്ളൂ. ബാക്കിയെല്ലാം പ്യുവർ എന്താണ്, കാൽക്കുലേഷനാണ്. ക്ലിയർ അല്ലേ. ഇനി നമുക്കറിയാം ഈ സെൻസർ വർക്ക് ചെയ്യണം, നമ്മളതിനെ കാലിബ്രേറ്റ് ചെയ്യണം. കാലിബ്രേറ്റ് ചെയ്യാന്ന് എന്താ, നമ്മളൊരു നോൺ ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ അല്ലെങ്കിലോ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ റീഡിങ് എന്ത് ചെയ്യണം, നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. മനസ്സിലായി. അപ്പോൾ ഇത് റീഡിങ് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഉപയോഗിക്കുക, ഓക്സിജൻ വിത്ത് കാലിബ്രേഷൻ 12% കാലിബ്രേഷനും സ്ലോപ്പും. സ്ലോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രഷർ വേഴ്സസ് pHൻ്റെ ഒരു ഗ്രാഫാണ്. അപ്പോൾ ആ സ്ലോപ്പ് എത്ര വരണം, 0 വരണം. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കാലിബ്രേഷൻ 5%ഉം സ്ലോപ്പ് എത്ര, 10%. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സെൻസേഴ്സിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്, കാലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതാണ് മെഷീൻ്റെ അല്ല, സീമെൻസിൻ്റെ ബ്ലഡ് ഗ്യാസ് അനലൈസർ മെഷീനാണ്. അപ്പോൾ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ഇതിനകത്ത് എന്ത് ചെയ്യും, ഫില്ല് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ആദ്യം ഇത് കാലിബ്രേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റീഡിങ് എടുക്കുള്ളൂ. അത് എപ്പോഴും കാലിബ്രേറ്റ് ചെയ്യണമെന്നില്ല, കുറേ കഴിയുമ്പോൾ എറർ വരുമ്പോൾ നമ്മളൊന്ന് എന്ത് ചെയ്യും, നോൺ ക്വാണ്ടിറ്റീസ് ഓഫ് ഈ ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ കൊടുത്തിട്ട് അതിൻ്റെ റീഡിങ് എന്ത് ചെയ്യും, നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ 3 സെൻസേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഒന്നാമത് കാണുന്നത് ഇതാണെന്ത്, pH സെൻസർ, ഇതാണെന്ത് കാർബൺ ഡൈ ഓക്സൈഡ് സെൻസർ അല്ല, ഇതാണെന്ത് ഓക്സിജൻ സെൻസർ. അപ്പോൾ ആ സെൻസർ എന്ന് വരുന്ന ഇൻപുട്ട് ഈ ആംപ്ലിഫയർ pH സെൻസർ ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. കാർബൺ ഡൈ ഓക്സൈഡ് സെൻസർ വരുന്ന ഇൻപുട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇതിൻ്റെ സെൻസർ ആംപ്ലിഫയർ ഉണ്ട്. അതായത് ഓക്സിജൻ സെൻസറിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി എന്തുണ്ട്, PO2 സെൻസർ ആംപ്ലിഫയർ ഉണ്ട്. ക്ലിയർ അല്ലേ. ഇനി അതിൽ 2 ഇൻപുട്ട് വരുന്നുണ്ട്, ഇതൊക്കെ കാലിബ്രേഷനും സ്ലോപ്പ്. ഓരോന്നിനും എന്തുണ്ട്, കാലിബ്രേഷൻ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വേറൊരു ഇൻപുട്ടും ഉണ്ട്. അത് കാലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം. ക്ലിയർ അല്ലേ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, ബ്ലഡിലെ pH വാല്യൂ സെൻസർ പ്രൊവൈഡ് ചെയ്യും. ഇതോ ബ്ലഡിലെ
കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാല്യൂ ഈ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ഈ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ പാർഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ്റെ വാല്യൂ അല്ലേ, കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജ് ഈ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടും. ക്ലിയർ അല്ലേ? അത് നേരെ നോക്കിയിട്ട് എറോ വേണ്ട, അത് നേരെ എവിടത്തേക്ക് വന്നു, അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടറിലേക്ക് വന്നു. എന്നിട്ട് അത് എവിടത്തേക്ക് പോയി, ഡിജിറ്റൽ ഡിസ്പ്ലേയിലേക്ക് പോയി. അപ്പോൾ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? പി എച്ചിൻ്റെ വാല്യൂ അല്ല, അനലോഗിന് വാല്യൂ ഡിജിറ്റലാക്കി മാറ്റി ഡിസ്പ്ലേ കാണാൻ പറ്റും. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഈ സെൻസറിൽ നിന്ന് കിട്ടുന്ന അതിനെ ആംപ്ലിഫൈ നേരെ ഡിജിറ്റലാക്കി മാറ്റി ഈ ഡിസ്പ്ലേയിൽ കാണിച്ചു തരും. അതുകൂടാണ്ട് ഓക്സിജൻ്റെ ബ്ലഡിലെ ഓക്സിജൻ്റെ അളവ് അനലോഗ് വാല്യൂ അല്ലേ സെൻസറിൽ നിന്ന് കിട്ടും, അതിനെ ഡിജിറ്റലാക്കി ഈ ഡിസ്പ്ലേയിൽ കാണിച്ചു തരും. ക്ലിയർ അല്ല? ഇനി അത് കൂടാതെ നമുക്ക് എന്തും കൂടെ വേണം, ബൈകാർബണേറ്റിൻ്റെ അളവും വേണം, ടോട്ടൽ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും വേണം, പിന്നെ ബേസ് എക്സസും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 3 ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ ആദ്യത്തെ ബ്ലോക്ക് നോക്കാം. എന്താ, ടോട്ടൽ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കാൽക്കുലേറ്റർ അല്ലേ. ഈ ബ്ലോക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ് സെൻസറിൽ നിന്ന് വരുന്ന വാല്യൂവും പിന്നെ ഇവിടെ ഒരു ബൈകാർബണേറ്റ് ബ്ലോക്ക് കണ്ട, ഈ ബ്ലോക്കിൽ നിന്ന് വരുന്ന കിട്ടുന്ന റീഡിംഗ് കൂടെ വെച്ച് ഒരു കാൽക്കുലേഷൻ നടത്തിയിട്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്, ടോട്ടൽ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത്. അതിനെ എന്ത് ചെയ്തു വീണ്ടും ഡിജിറ്റലാക്കിയിട്ട് ഡിസ്പ്ലേയിൽ കാണിച്ചു തരും. ക്ലിയർ അല്ലേ? ഇനി അതുപോലെ ബൈകാർബണേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ബൈകാർബണേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തൊക്കെ വാല്യൂസ് ഉപയോഗിക്കുക, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവും വേണം, പിന്നെയോ പി എച്ച് വാല്യൂ വേണം. അപ്പോൾ ഈ സെൻസറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എടുക്കും, പിന്നെയോ പി എച്ച് വാല്യൂ എടുത്തിട്ട് ഒരു കാൽക്കുലേഷൻ നടത്തിയിട്ട് എന്ത് കണ്ടുപിടിക്കും, ബൈകാർബണേറ്റിന്റെ അളവ് കണ്ടുപിടിക്കും ഈ കാൽക്കുലേറ്റർ. എന്നിട്ട് വേറെ എവിടത്തേക്ക് കൊടുത്തു, ഡിജിറ്റൽ ടു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിലേക്ക് കൊടുത്തു, ഇത് ഡിസ്പ്ലേയിൽ കാണിച്ചു തരും. ഇനി ബേസ് എക്സസ് കാൽക്കുലേറ്റർ. അപ്പോൾ ഇവന് ഏതൊക്കെ ഇൻപുട്ട് വേണം, ഇവന് ബൈകാർബണേറ്റിന്റെ വാല്യൂയും കിട്ടണം, പിന്നെ പി എച്ച് വാല്യൂയും കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാൽക്കുലേഷൻ നടത്തിയിട്ട് അവൻ എന്ത് കണ്ടുപിടിച്ച് തരും, ബേസ് എക്സസ് എന്ത് ചെയ്യും കണ്ടുപിടിച്ച് തരും. ക്ലിയർ അല്ല? അപ്പം 3 സെൻസറേ ഉള്ളൂ. ബാക്കി ടോട്ടൽ കോൺസെൻട്രേഷനും ബേസ് എക്സസും ബൈകാർബണേറ്റിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഈ കിട്ടിയ റീഡിങ്ങിൻ്റെ അകത്ത് നിന്ന് ഒരു കാൽക്കുലേഷൻ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വിച്ച് വെക്കുന്നതനുസരിച്ചിട്ട് ഈ ഓരോ റീഡിങ്ങും ഈ ഡിസ്പ്ലേയിൽ എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, പി എച്ച് ആദ്യം ഡിസ്പ്ലേ ചെയ്യും അല്ലേ, പിന്നെ ബൈകാർബണേറ്റ് വേണം ബൈകാർബണേറ്റ്, ബേസ് എക്സസ്, ടോട്ടൽ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ഇതൊക്കെ എന്ത് ചെയ്യും ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് തരും. അല്ലെങ്കിലോ റീഡായിട്ട് പ്രിന്റ് ആയിട്ട് എന്ത് ചെയ്യും, കണ്ടുപിടി കണ്ട പ്രിന്റ് ആയിട്ട് എന്ത് ചെയ്യും പുറത്തേക്ക് വരും. ഇതാണ് എന്ത് ബ്ലഡ് ഗ്യാസ് അനലൈസർ. ഇപ്പം നമ്മൾ ബ്ലഡിൻ്റെ അല്ല അങ്ങനെ സെൽസിൻ്റെ കൗണ്ട് എങ്ങനെ എടുക്കാം, അതിൽ ഗ്യാസിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെ നടത്താം, നല്ല എക്യുപ്മെൻറ്റും ഡിവൈസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അടുത്തതാണ് എന്ത് ബ്ലഡ് പ്രഷർ മെഷർമെൻറ്റ് അല്ലേ. അപ്പോൾ ബ്ലഡ് പ്രഷർ അല്ലേ ക്ലിനിക്കലി എന്താ ഒരു എടുക്കുന്ന സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഈ ബ്ലഡ് പ്രഷർ നമ്മൾ എടുക്കാനുള്ള കാരണം എന്താ, ഇപ്പോൾ ഒരാൾക്ക് പ്രഷർ കൂടുതലാണ് അല്ലേ, പ്രഷർ എന്താണ് കുറവാണ്. അപ്പോൾ ഈ പ്രഷർ നോക്കി ബ്ലഡ് പ്രഷർ നോക്കി നമുക്ക് ഇവിടെ കാർഡിയോ വസ്കുലർ സിസ്റ്റത്തിൻ്റെ അല്ല സ്റ്റാറ്റസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാം. അതായത് ഹാർട്ടിൻ്റെ പറ്റിയിട്ടുള്ള ഏകദേശം ഒരു ഇൻഡിക്കേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ എന്ത് ഉപയോഗിക്കാം, ബ്ലഡ് പ്രഷർ നോക്കാം. ഇനി ബ്ലഡ് പ്രഷർ values in the various chambers of the heart and in the peripheral vascular system helps the physician to determine the functional integrity of the cardiovascular system. അപ്പോൾ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെ ഇന്റഗ്രിറ്റി ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇൻഫർമേഷൻ ഫിസിഷ്യന് കൊടുക്കുന്നതാണ് എന്ത് ബ്ലഡ് പ്രഷർ മെഷർമെന്റ്. ഇതാണ് നിങ്ങളുടെ ഹാർട്ട് അല്ലേ. നിങ്ങൾക്ക് അറിയാൻ എന്തൊക്കെയുണ്ട്, റൈറ്റ് അട്രിയം ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട്, ഈ മേൽ കാണുന്നതാണ് ലെഫ്റ്റ് അട്രിയം, പിന്നെ ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ ഹാർട്ടിന്റെ വർക്കിംഗ് നമുക്കറിയാം. അതിൻ്റെ എങ്ങനെയാണ് ഹാർട്ട് എന്താ ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്, ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് അങ്ങോട്ടേക്ക് പമ്പ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിലേക്കൊക്കെ വേണ്ട ബ്ലഡ് ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഹൈ പ്രഷറിൽ എന്ത് ചെയ്യും ഹാർട്ട് പമ്പ് ചെയ്യും. ക്ലിയർ അല്ല? അതിൻ്റെ പ്രഷർ ഉണ്ട് ഇവിടെ 90 to 150 mm ഓഫ് മെർക്കുറി. അപ്പോൾ ഹൈ പ്രഷറിൽ ലെഫ്റ്റ് വെൻട്രിക്കിളാണ് ഹോൾ ബോഡിക്ക് വേണ്ട ബ്ലഡ് എന്ത് ചെയ്യുന്നത് പമ്പ് ചെയ്യുന്നത്. ക്ലിയർ അല്ല? അത് പമ്പ് ചെയ്ത് നമ്മളെ ബോഡിയിലൂടെ എല്ലാം പോയി അവസാനം അല്ല അതിൻ്റെ കാപ്പിലറിലൂടെ എല്ലാം പോയി കറങ്ങി തിരിഞ്ഞ് അതിൻ്റെ പ്രഷറെല്ലാം നഷ്ടപ്പെട്ടിട്ട് അത് എവിടത്തേക്ക് കയറും, റൈറ്റ് അട്രിയത്തിലേക്ക് കയറും. ക്ലിയർ അല്ല? അപ്പോൾ ശുദ്ധരക്തം അല്ല ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബോഡിയിലെ എല്ലാ പാർട്സിലൂടെയും പോയി കയറി ഇറങ്ങി അതിൻ്റെ പ്രഷറെല്ലാം നഷ്ടപ്പെട്ടിട്ട് അല്ല കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ എന്ത് ചെയ്യും ക്യാരി ചെയ്തിട്ട് അല്ലേ, ഓക്സിജനേറ്റഡ് ബ്ലഡ് സെൽസിലെല്ലാം പോയി കഴിഞ്ഞാൽ എന്തായി മാറിയത്
ഓക്സിജൻ കൺസ്യൂം ചെയ്തിട്ട് എന്ത് പുറത്തേക്ക് വിടും? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡും കയറിയിട്ട് അതിൻ്റെ പ്രഷറൊക്കെ നഷ്ടപ്പെട്ടിട്ട് തിരിച്ച് എവിടെ വരും? റൈറ്റ് അട്രിയത്തിലേക്ക് വരും അല്ല. അപ്പോൾ ഇമ്പ്യൂർ ബ്ലഡ് ആണ് ഇവിടെ വന്ന് കയറുന്നത്. പ്രഷറൊക്കെ നഷ്ടപ്പെട്ടിട്ട് റൈറ്റ് അട്രിയത്തിൽ വന്ന് കയറും. ശരിയല്ല? ഇനി ആ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള ആ ബ്ലഡ് നേരെ എവിടത്തേക്ക് പോകേണ്ടത്? ഇനി ലങ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്, പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലങ്സിലേക്ക് പോകണം. അപ്പോൾ അത് നേരെ എവിടത്തേക്ക് വന്നു? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വന്നു. ഇനി റൈറ്റ് വെൻട്രിക്കിൾ നിന്നാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? ലങ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ലങ്സിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഹൈ പ്രഷറിൽ പമ്പ് ചെയ്യാൻ പാടില്ല. പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലങ്സിൽ എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. അപ്പം ചെറിയ പ്രഷർ കണ്ട ഇവിടെ എത്ര എഴുതിയിരിക്കുന്നത്? 20 to 30 mm of H. അപ്പോൾ ചെറിയ ലോ പ്രഷറിൽ അത് എവിടത്തേക്ക് പോയി? ലങ്സിലേക്ക് പോയി. ലങ്സിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോയി, ഓക്സിജൻ കയറി അല്ല. ലങ്സിൽ നിന്ന് ചെറിയ പ്രഷറിൽ അത് തിരിച്ച് എവിടത്തേക്ക് കയറും? ലെഫ്റ്റ് അട്രിയത്തിലേക്ക് കയറി. ഇനി ലെഫ്റ്റ് അട്രിയത്തിൽ നിന്ന് അത് ശുദ്ധമായ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ത് ചെയ്യണം? ബോഡിയിൽ എല്ലാ പാർട്സിലേക്കും പോകണ്ടേ? അത് നേരെ എവിടത്തേക്ക് വന്നു? ലെഫ്റ്റ് വെൻട്രിക്കിൾ വന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിനാണ് എന്ത് ചെയ്യുന്നത്? വീണ്ടും അത് ഹൈ പ്രഷറിൽ എന്ത് ചെയ്തു? ബോഡിയുടെ എല്ലാ പാർട്ടിലേക്കും എന്ത് ചെയ്തു? പമ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്നാണ് ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നത്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പമ്പ് ചെയ്തു, ബോഡിയിലെല്ലാം എത്തി. ബോഡി കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്തു വിട്ട് പ്രഷറൊക്കെ നഷ്ടപ്പെട്ട് അത് എവിടത്തേക്ക് കയറും? റൈറ്റ് അട്രിയത്തിലേക്ക് കയറും. ഇനി റൈറ്റ് അട്രിയത്തിൽ നിന്ന് ആ ഇമ്പ്യൂർ ബ്ലഡ് എന്ത് ചെയ്യണം? പ്യൂരിഫൈ ചെയ്യണ്ടേ? അത് ആരാ പ്യൂരിഫൈ ചെയ്തിരുന്നത്? ലങ്സ്. അപ്പോൾ അത് നേരെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോയി ലോ പ്രഷറിൽ എവിടത്തേക്ക് പോകുന്നത്? ലോ പ്രഷറിൽ ലങ്സിലേക്ക് പോയി. ലങ്സിൽ നിന്ന് അത് ഓക്സിജനേറ്റ് ചെയ്തു. വീണ്ടും ലോ പ്രഷറിൽ എവിടത്തേക്ക് കയറും? ലെഫ്റ്റ് അട്രിയത്തിലേക്ക് കയറി. എന്നിട്ട് എവിടത്തേക്ക് പോകും? വെൻട്രിക്കിളിലേക്ക് പോകും. അപ്പോൾ ഒരു ഹാർട്ടിനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര വരുന്നുണ്ട്? 4 ചേമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ 4 ചേമ്പറിലെയും പ്രഷർ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രഷർ എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ ബോഡിയിൽ എല്ലാ പാർട്ടിലേക്കും പമ്പ് ചെയ്യുന്ന ആരാ? ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ വെൻട്രിക്കിളിലെ പ്രഷറാണെന്ത്? ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വെറും വെൻട്രിക്കിൾ അല്ല, റൈറ്റ് അല്ല, ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ പ്രഷറാണെന്ത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രഷർ. നിങ്ങൾക്ക് സിലബസിൽ പറയുന്നത് എട്രിയൽ പ്രഷർ ആൻഡ് വെൻട്രിക്കുലർ പ്രഷർ ആണ്. അപ്പോൾ ഈ എട്രിയത്തിൽ കാണുന്ന ഹാർട്ടിന്റെ എട്രിയത്തിലുള്ള പ്രഷറാണെന്ത്? എട്രിയൽ പ്രഷർ. അപ്പോൾ റൈറ്റ് എട്രിയം ഉണ്ട്, പിന്നെ ലെഫ്റ്റ് എട്രിയം. അതിന്റെ വാല്യൂസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതാണെന്ത്? എട്രിയൽ പ്രഷർ. പിന്നെ വെൻട്രിക്കുലർ പ്രഷർ എന്താ? ലെഫ്റ്റ് വെൻട്രിക്കിളും ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിളും ഉണ്ട്. അത് അവിടെ ഉണ്ടാകുന്ന പ്രഷറാണെന്ത് വിളിക്കുക? വെൻട്രിക്കുലർ പ്രഷർ. അതിലൊന്ന് കുറവാണ് അല്ല, പൾമണറി സിസ്റ്റം ആയതുകൊണ്ട് ലങ്സിലേക്ക് പോകേണ്ട ഈ പാർട്ടിൽ കുറവായിരിക്കും. ഇത് ബോഡിയിൽ എല്ലാ പാർട്ടിലേക്കും പമ്പ് ചെയ്യേണ്ട പ്രഷറാണ് ഇവിടെ വരുന്നത്, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ ഈ പ്രഷർ എന്തായിരിക്കും? എപ്പോഴും വളരെ ഹൈ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഹാർട്ടിലെല്ലാം പോയിട്ട് ഈ വാല്യൂസ് ഒക്കെ മെഷർ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട്. അതിന് മെത്തേഡ് ഉണ്ട്, പക്ഷേ നമ്മൾ മെയിനായിട്ട് ഒരു പ്രഷർ ഉണ്ടായിട്ട് ഒരാളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ഹാർട്ടിലെ പ്രഷറൊക്കെ മെഷർമെന്റ് എന്താ ഇമ്പോസിബിൾ ആണ്. അപ്പം അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ വേറെ പ്രഷറാണ് എടുക്കുക. എന്താണ് പറഞ്ഞുതരാം. അപ്പോൾ ബ്ലഡ് പ്രഷർ BP ഈസ് എ മെഷർ ഓഫ് ദി ഫോഴ്സ് ദാറ്റ് ദി സർക്കുലേറ്റിംഗ് ബ്ലഡ് എക്സേർട്സ് അഗെയിൻസ്റ്റ് ദി അട്രിയൽ വാൾ. അപ്പോൾ നമ്മൾ ഈ ബ്ലഡ് പ്രഷർ BP എന്ന് പറയുന്നത് ഏത് പ്രഷർ നമ്മൾ മെഷർ ചെയ്യുക? ദ ഫോഴ്സ് ദാറ്റ് സർക്കുലേറ്റിംഗ് ബ്ലഡ് എക്സേർട്സ് അഗെയിൻസ്റ്റ് ദി അട്രിയൽ വാൾ. അപ്പോൾ അട്രിയൽ വാളിലേക്ക് അല്ല ബ്ലഡ് എന്താ പ്രൊവൈഡ് ചെയ്യുന്ന ആ പ്രഷർ, അതിനാണ് ഇത് വിളിക്കുക ബ്ലഡ് പ്രഷർ. ആ പ്രഷറാണ് നമ്മൾ എന്ത് ചെയ്യുക? നോർമലി മെഷർ ചെയ്യുക. ഇപ്പോൾ വെൻട്രിക്കുലർ അട്രിയൽ പ്രഷർ ഒന്നും അല്ല മെഷർ ചെയ്യുക. സാധാരണ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നമ്മളെ ഹേർട്ട് അട്രിയൽ വാളിലേക്ക് എന്ത് ചെയ്യുന്നത്? എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് നമ്മൾ എന്ത് ചെയ്യുക? നോക്കുക. അത് രണ്ട് വാല്യൂ ഉണ്ട്. സിസ്റ്റോളിക് പ്രഷറും ഉണ്ട്, പിന്നെ ഡയസ്റ്റോളിക് പ്രഷറും ഉണ്ട്. അപ്പോൾ സിസ്റ്റോളിക് പ്രഷർ ഈസ് ദി മാക്സിമം പ്രഷർ ദാറ്റ് എക്സേർട്ടഡ് ബൈ ദി ബ്ലഡ് അഗെയിൻസ്റ്റ് ദി അട്രിയൽ വാൾ. അപ്പോൾ ഹാർട്ട് ഇടിക്കുന്ന സമയത്ത് അല്ലേ, അതായത് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് പമ്പ് ചെയ്യുന്ന സമയത്ത് മാക്സിമം പ്രഷറിലാണ് എന്ത് ചെയ്യുക? പമ്പ് ചെയ്യുക. ആ മാക്സിമം പ്രഷർ എന്ന് വിളിക്കുന്ന പേരാണ് എന്ത്? സിസ്റ്റോളിക് പ്രഷർ. ഇനി രണ്ട് ഹാർട്ട് ബീറ്റിന് ഇടയിൽ ഹാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിലാക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റിലാക്സ് ചെയ്ത സമയത്ത് ഉണ്ടാകുന്ന പ്രഷറാണെന്ത്? ഡയസ്റ്റോളിക് പ്രഷർ. അപ്പോൾ രണ്ട് പ്രഷർ ഉണ്ട്, സിസ്റ്റോളിക്കും ഉണ്ട്, പിന്നെയോ ഡയസ്റ്റോളിക്കും ഉണ്ട്. അപ്പോൾ ഹാർട്ട് വെൻട്രിക്കിൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അല്ല ബ്ലഡ് പമ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മാക്സിമം പ്രഷറാണെന്ത്? സിസ്റ്റോളിക് പ്രഷർ. ഹാർട്ട് റിലാക്സ് ചെയ്യുന്ന സമയത്ത്, അതായത് രണ്ട് ഹാർട്ട് ബീറ്റിനിടയിൽ ഉണ്ടാകുന്ന ആ മിനിമം പ്രഷറിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡയസ്റ്റോളിക് പ്രഷർ. അപ്പോൾ ഡയസ്റ്റോളിക് പ്രഷർ ഈസ് ദ ലോവസ്റ്റ് പ്രഷർ ഇൻ ദി ആർട്ടറി. ഇറ്റ് റിസൾട്ട്സ് വെൻ ദി വെൻട്രിക്കിൾസ് ആർ റിലാക്സ്ഡ്. അല്ല, വെൻട്രിക്കിൾ റിലാക്സ് ചെയ്ത് സമയത്തുള്ളതാണെന്ത്? ഡയസ്റ്റോളിക് പ്രഷർ. വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് അത് എക്സേർട്ട് ചെയ്യുന്ന മാക്സിമം പ്രഷർ ആണെന്ത്? സിസ്റ്റോളിക് പ്രഷർ.
ഇപ്പോൾ രണ്ട് തരം ബ്ലഡ് പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞു, സിസ്റ്റോളിക് പ്രഷറും പിന്നെ ഡയസ്റ്റോളിക് പ്രഷറും. ഇപ്പോൾ ഈ സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മെത്തേഡ് ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പ്രഷറൊക്കെ ഡോക്ടറുടെ പോയി കഴിഞ്ഞാൽ ഡോക്ടർ യൂസ് ചെയ്യുന്ന ആ മെത്തേഡാണ് എന്ത്, ഇൻഡയറക്റ്റ് മെത്തേഡ്. അതിനുവേണ്ടി ഡോക്ടർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് വിളിക്കുന്ന പേരാണെന്ത്, സിഗ്മോ മാനോമീറ്റർ. ഇതാണ് സിഗ്മോ മാനോമീറ്റർ. ഇതിൽ പാർട്സ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് പ്രഷർ നോക്കാൻ വേണ്ടിയിട്ടുള്ള റീഡിംഗ്. അതാണ് മെർക്കുറി കോളം. അപ്പോൾ ഇതിൽ മില്ലിമീറ്റർ ഓഫ് HG, അതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രഷർ പറയുക. സിസ്റ്റോളിക് പ്രഷർ നോർമൽ ഇൻഡിവിജ്വൽ എത്ര വരണം, 120 mm ഓഫ് HG ആയിരിക്കും. മെർക്കുറി അത് 120 വരണം. ഡയസ്റ്റോളിക് പ്രഷർ എത്രയായിരിക്കണം, എത്രയാണ് വരിക, 80 വരും. അപ്പോൾ 120-ഉം 80-നും ഇടയിലാണ് എന്ത് വരുന്നത്, 120 സിസ്റ്റോളിക് പ്രഷർ, 80 ആയിരിക്കും എന്ത്, ഡയസ്റ്റോളിക് പ്രഷർ. ഇനി ഇതാണ് എന്ത്, പ്രഷർ കഫ് അല്ലേ, ഇതാണ് എന്ത്, ബൾബ്. അപ്പോൾ ഇത് പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, എയർ ഇടത്തേക്ക് പോകും, പ്രഷർ കഫിലേക്ക് പോകും അല്ലേ, അപ്പോൾ അതെന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. ഇനി ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഡോക്ടർ എന്താ ചെയ്യുക, നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചുറ്റി വരികയും എന്നിട്ട് അങ്ങനെ എന്ത് ചെയ്യും, ഇതിങ്ങനെ പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്തേക്ക് എന്ത് കയറും, എയർ കയറിയിട്ട് ഇതിന്റെ പ്രഷർ എന്ത് ചെയ്യും, കൂടി വരും അല്ല, കൂടി വന്നിട്ട് ഒരു ഇൻസ്റ്റന്റിൽ എത്തുമ്പോഴും സംഭവിക്കും, ഇവിടുന്ന് ഒരു ആർട്ടറി ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ബ്രാക്കിയൽ ആർട്ടറി. അപ്പോൾ വല്ലാതെ പ്രഷർ കൂടുമ്പോൾ ആ ബ്രാക്കിയൽ ആർട്ടറി ഞെരുങ്ങിയിട്ട് എന്ത് സംഭവിക്കും, ഇതിലൂടെ ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യും, കട്ടാവും. അപ്പോൾ അത്രയും കട്ടാവുന്ന തരത്തിൽ നമ്മൾ എന്ത് ഇതിലേക്ക് എയർ അടിച്ച് കയറ്റും. ഈ പ്രഷർ കഫിൽ ഉള്ള പ്രഷർ എവിടെ കാണാൻ പറ്റും, നമുക്ക് ഈ മെർക്കുറി കോളത്തിൽ കാണാൻ പറ്റും. ക്ലിയർ അല്ലേ. അപ്പോൾ ആദ്യം അടിച്ച് കയറ്റി നമ്മൾ ഈ വാൾവ് റിലീസ് ചെയ്തിട്ട് എയർ പുറത്തേക്ക് വിടും. എയർ പുറത്തേക്ക് വിടുമ്പോൾ ഈ പ്രഷർ കഫിലെ പ്രഷർ എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ക്ലിയർ അല്ലേ. അപ്പോൾ ഈ പ്രഷർ കഫിലെ പ്രഷർ നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും, ഈ മെർക്കുറി കോളത്തിൽ കാണാൻ പറ്റും. അപ്പോൾ കുറഞ്ഞു വന്ന് അപ്പോൾ ആര് ഇങ്ങോട്ടേക്ക് തള്ളുന്നുണ്ട് ബ്ലഡിനെ, ബ്രാക്കിയൽ ആർട്ടറി തള്ളുന്നുണ്ട്. പക്ഷെ തള്ളാതെ ബ്ലഡ് പോകാൻ പറ്റുമോ, കാരണം ഇവിടെയുള്ള പ്രഷർ വളരെ കൂടുതലാണ്. ഇനി നമ്മൾ പ്രഷർ കുറക്കുക. അപ്പോൾ പ്രഷർ കുറക്കുമ്പോൾ ഒരു ഇൻസ്റ്റന്റിൽ പെട്ടെന്ന് സംഭവിക്കും, ബ്ലഡ് സഡൻ ആയിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യും, ഇതിനെ തള്ളി നീക്കിയിട്ട് താഴെ കൈയിലേക്ക് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. അത് എപ്പോഴാണ് തള്ളി നീക്കുന്നുണ്ടാവുക, ഈ പ്രഷർ കഫിലെ പ്രഷർ എന്തിന് ഈക്വൽ ആകുമ്പോൾ, ഇവൻ ഇങ്ങോട്ട് തള്ളുന്നില്ലേ, ബ്രാക്കിയൽ ആർട്ടറിയിലെ പ്രഷറും ഈ പ്രഷർ കഫിലെ പ്രഷറും ഈക്വൽ ആകുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് കുറയുമ്പോൾ അല്ലേ, ഈ പ്രഷർ കഫിലെ പ്രഷർ കുറച്ച് കുറയുമ്പോഴും സംഭവിക്കും, ഇങ്ങനെ തള്ളി നീക്കാൻ പറ്റില്ലേ, അപ്പോൾ തള്ളിയിട്ട് ബ്ലഡിനെ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് വിടും. ക്ലിയർ അല്ലേ. അപ്പോൾ ബ്ലഡ് ഈ ബ്രാക്കിയൽ ആർട്ടറിലൂടെ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ബ്രാക്കിയൽ ആർട്ടറിൻ്റെ ഇവിടെ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക സൗണ്ട് കേൾക്കാൻ പറ്റും. ക്ലിയർ അല്ലേ. ആ സഡൻ റഷ് ഓഫ് ബ്ലഡ് വരുമ്പോഴുള്ള സൗണ്ടിനെ വിളിക്കുന്ന പേരാണെന്ത്, കൊറോക്ക് ഓഫ് സൗണ്ട്. അപ്പോൾ ഡോക്ടർ ഇത് മെല്ലെ എയർ പുറത്തേക്ക് കളയും, പ്രഷർ ഇങ്ങനെ കുറയും. ഇപ്പോൾ ഈ പ്രഷർ കഫിലെ പ്രഷർ ഇവിടെ കാണാൻ പറ്റും, മെർക്കുറി മാനോമീറ്ററിൽ ഇങ്ങനെ കാണാൻ പറ്റും. ക്ലിയർ അല്ലേ. ഇനി സ്റ്റെതസ്കോപ്പിൽ ഡോക്ടർക്ക് പെട്ടെന്ന് എന്ത് കേൾക്കാൻ പറ്റി, കൊറോക്ക് ഓഫ് സൗണ്ട് കേൾക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഈ ബ്രാക്കിയൽ ആർട്ടറിൽ നിന്ന് പെട്ടെന്ന് ബ്ലഡ് അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഈ കൈയിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എപ്പോഴാണ് വന്നിട്ടുണ്ടാവുക, ഈ പ്രഷർ കഫിലെ പ്രഷർ എന്തിന് ഈക്വൽ ആകുമ്പോൾ, ഈ ബ്രാക്കിയൽ ആർട്ടറിന്റെ പ്രഷറിന് ഈക്വൽ ആകുമ്പോൾ. ക്ലിയർ അല്ലേ. ഇനി ആ സമയത്ത് പ്രഷർ കഫിലെ പ്രഷർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. ക്ലിയർ അല്ല. അപ്പം 120 അല്ല സോറി, ഇപ്പം 110 എന്നുള്ള റീഡിങ്ങിൽ എത്തുമ്പോഴാണ് എന്ത് കേൾക്കാൻ തുടങ്ങി, സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ക്ലിയർ അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, പ്രഷർ കഫിലെ പ്രഷർ 110 ആകുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഈ ബ്രാക്കിയൽ ആർട്ടറിൽ നിന്ന് ബ്ലഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനർത്ഥം എന്താ, 110 ആകുമ്പോഴല്ലേ ബ്ലഡ് ഇങ്ങോട്ട് പോകാൻ തുടങ്ങിയത്. അപ്പോൾ എപ്പോഴാണ് ബ്ലഡ് പോകാൻ തുടങ്ങുക, ഈ പ്രഷർ കഫിലെ പ്രഷറും ഈ ബ്രാക്കിയൽ ആർട്ടറിലെ പ്രഷറും എന്താകുമ്പോൾ, ഈക്വൽ ആകുമ്പോൾ. ക്ലിയർ അല്ലേ. അപ്പോൾ ബ്രാക്കിയൽ ആർട്ടറിലെ പ്രഷർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി, ഈ പ്രഷർ കഫിലെ പ്രഷർ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ പ്രഷർ കഫിലെ പ്രഷർ കൊറോക്ക് ഓഫ് സൗണ്ട് കേൾക്കുമ്പോൾ എന്തിന് ഈക്വൽ ആയിരിക്കും, ഈ ബ്രാക്കിയൽ ആർട്ടറിലെ പ്രഷറിന് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണെന്ത്, സിസ്റ്റോളിക് പ്രഷർ. ക്ലിയർ അല്ലേ. ഇനി കുറേ കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, പിന്നെയും നല്ലോണം റിലീസ് ആകുമ്പോൾ ആ കൊറോക്ക് ഓഫ് സൗണ്ട് കേട്ടുകൊണ്ടേയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പ്രഷർ കുറച്ച് കൊണ്ടുവരുമ്പോൾ ആ കൊറോക്ക് ഓഫ് സൗണ്ട് എന്ത് ചെയ്യും, കേൾക്കാതെയാവും. ജസ്റ്റ് കേൾക്കാതെയാവുന്ന ഇൻസ്റ്റന്റിൽ എന്താണോ ഈ മാനോമീറ്ററിലെ പ്രഷർ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഡയസ്റ്റോളിക് പ്രഷർ. അപ്പോൾ ഈ മാനോമീറ്റർ വെച്ചിട്ട് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ക്ലിയർ ആണ്. ഇതാണ് നിങ്ങൾക്ക് നോട്ട് തന്നിട്ടുള്ള ഫിഗർ. അപ്പോൾ ഇതാണ് എന്ത്, 1 സൈക്കിൾ ഓഫ് മെഷർമെന്റ്. അപ്പോൾ ഈ ആക്സിൽ
ടൈമാണ് എക്സിലോ പ്രഷർ. അപ്പോൾ ഡോക്ടർ ആദ്യം പ്രഷർ എന്ത് ചെയ്തു, അടിച്ച് കയറ്റി അല്ലെ, ഇവിടെ വരെ എത്തിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു, ബ്രാക്കിയൽ ആർട്ടറി എന്ത് ചെയ്തു, ഇവിടുന്നേ കട്ടായി. അപ്പം ബ്ലഡ് ഫ്ലോ ഒന്നുമില്ല. ഇനി അടുത്ത ഡിഫ്ലേഷൻ പീരീഡ് ആണ്, അതായത് കാറ്റ് അഴിച്ചിളക്കും അല്ലെ. അപ്പോൾ എന്ത് ചെയ്യും, പ്രഷർ കപ്പിലെ പ്രഷർ എന്ത് ചെയ്തു, കുറഞ്ഞു വന്നു. ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ എന്താ സംഭവിച്ചത്, നിങ്ങളുടെ ബ്രാക്കിയൽ ആർട്ടറിയിലെ പ്രഷറും പ്രഷർ കപ്പിലെ പ്രഷറും എന്തായി, ഈക്വലായി. ഈക്വലാകുമ്പോൾ എന്ത് സംഭവിക്കും, ബ്രാക്കിയൽ ആർട്ടറിലൂടെ എന്ത് പോകാൻ തുടങ്ങും, ബ്ലഡ് പോകാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കേൾക്കാൻ പറ്റും, കണ്ട കൊറോക്ക് ഓഫ് സൗണ്ട് എന്ത് ചെയ്തു, കേൾക്കുന്നത്. അപ്പോൾ കൊറോക്ക് ഓഫ് സൗണ്ട് കേൾക്കുമ്പോൾ എന്ത് സംഭവിച്ചു, ആ വെസൽ, ബ്ലഡ് വെസൽ എന്ത് ചെയ്തു, ഓപ്പൺ ആയില്ലേ. ഓപ്പൺ ആകുമ്പോൾ നിങ്ങളെ മാനോമീറ്ററിൽ എന്ത് പ്രഷറാണോ കാണിക്കുന്നത് അതായിരിക്കും എന്ത്, സിസ്റ്റോളിക് പ്രഷർ. ഇനി ആ സൗണ്ട് കുറേ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേൾക്കാൻ പറ്റും. പ്രഷർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറക്കുക, എന്ത് ചെയ്യും, സൗണ്ട് കേൾക്കാൻ പറ്റും. കുറച്ച് കഴിയും പ്രഷർ, ആ സൗണ്ട് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അല്ല, ആ സൗണ്ട് എപ്പോഴാണോ ജസ്റ്റ് സ്റ്റോപ്പ് ആവുന്നത് ആ സമയത്തുള്ള ആ പ്രഷർ കഫിൽ അല്ലെങ്കിൽ മാനോമീറ്ററിലെ പ്രഷർ ആയിരിക്കും എന്ത്, ഡയസ്റ്റോളിക് പ്രഷർ. ഇങ്ങനെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, സിഗ്മോ മാനോമീറ്ററിന്റെ വർക്ക്. ഇവിടെ പ്രൊസീജിയർ എഴുതിയിട്ടുണ്ട്. ദ പ്രഷർ ഓഫ് ദ കഫ് ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഓൺ ദി മാനോമീറ്റർ വെൻ ദ ഫസ്റ്റ് കൊറോക്ക് ഓഫ് സൗണ്ട് ഈസ് ഹേർഡ് ഈസ് റെക്കോർഡ് ആസ് ദി സിസ്റ്റോളിക് പ്രഷർ. അപ്പോൾ ആദ്യം കൊറോക്ക് ഓഫ് സൗണ്ട് കേൾക്കുമ്പോഴുള്ള പ്രഷറാണ് എന്ത്, സിസ്റ്റോളിക് പ്രഷർ. ആസ് ദി പ്രഷർ ഇൻ ദ കഫ് ഈസ് continues to drop, the Korokov of sound continues until the cuff pressure is no longer sufficient to occlude stop the vessel during any part of the cycle. Below this pressure, the Korokov sound disappear, making the value of the diastolic pressure. അപ്പോൾ പ്രഷർ വല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും, ആ സൗണ്ട് എന്ത് ചെയ്യും, ഡിസപ്പിയർ ചെയ്യും. സൗണ്ട് ഡിസപ്പിയർ ചെയ്യുന്ന അർത്ഥം എന്താ, ആ പ്രഷർ കഫിലെ മാനോമീറ്ററിലെ പ്രഷർ ഒരു പാർട്ടിൽ, അതായത് സിസ്റ്റോളിക് പാർട്ടിലും ഡയസ്റ്റോളിക് പാർട്ടിലും എന്തിനാ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളെ ആ ആർട്ടറിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡയസ്റ്റോളിക് പ്രഷർ. അപ്പോൾ ഇതാണ് എന്ത്, ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇനി ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഡയറക്റ്റ് മെത്തേഡിൽ നമ്മളിപ്പോൾ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രഷർ മെഷർ ചെയ്യുന്നത്, ശരിയല്ലേ. ആ പ്രഷർ കഫിലെ പ്രഷറേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെങ്കിൽ ആ കൊറോക്ക് ഓഫ് സൗണ്ട് കേൾക്കുമ്പോൾ ആ പ്രഷർ കഫിൽ ഉണ്ടായ പ്രഷറും പിന്നെയോ ബ്രാക്കിയൽ ആർട്ടറിലെ പ്രഷറും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് മെഷർ ചെയ്തു, ബ്രാക്കിയൽ ആർട്ടറിലെ പ്രഷർ എന്ത് ചെയ്തു, മെഷർ ചെയ്തു. ഇനി നമ്മൾ അങ്ങനെയല്ല ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, സെൻസർ വെച്ചിട്ട് നേരെ ബ്ലഡിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെയുള്ള പ്രഷർ എടുക്കും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ ഹാർട്ടിന് നമ്മൾ പറഞ്ഞു 4 ചേമ്പർ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ചേമ്പറിലുള്ള പ്രഷറൊക്കെ മെഷർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് കയ്യിൽ നിന്ന് കിട്ടുമോ, ചേമ്പറിലെ പ്രഷർ ഇല്ല. അപ്പോൾ അതിന് എന്ത് തന്നെ വേണം, സെൻസർ അല്ലേ, നമ്മൾ വെയിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യണം അല്ലേ, കടത്തി എവിടെ എത്തിക്കണം, ഹാർട്ടിലെത്തിയിട്ട് ഹാർട്ടിൽ ഏത് ചേമ്പറാണോ വേണ്ട ആ ചേമ്പർ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ അത് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്, എക്സ്ട്രാ വസ്കുലർ മെത്തേഡും ഉണ്ട്, പിന്നെ ഇൻട്രാ വസ്കുലർ മെത്തേഡും ഉണ്ട്. അപ്പോൾ എന്താ എക്സ്ട്രാ വസ്കുലർ മെത്തേഡ്, ഇപ്പം എക്സ്ട്രാ വസ്കുലർ മെത്തേഡിൽ ഞാൻ പറഞ്ഞുതരാം. സെൻസർ എപ്പോഴും എവിടെയാണ് ഉണ്ടാവുക, പുറത്താണ് ഉണ്ടാവുക. നമ്മൾ ഹ്യൂമൻ ബോഡീൻ്റെ പുറത്താണ് എന്തുണ്ടാവുക, സെൻസർ ഉണ്ടാവുക. അപ്പോൾ നമ്മളെ ഏതെങ്കിലും അല്ല ഒരു സർജറി വഴി നമ്മൾ എന്ത് ചെയ്യും, വെയിൻ എന്ത് ചെയ്യും, കട്ട് ചെയ്തിട്ട് നല്ല ഒരു ലോങ് ട്യൂബ് അതിലേക്ക് എന്ത് ചെയ്യും, ഹാർട്ടിലേക്ക് നമ്മൾ കടത്തി വിടും. ആ ലോങ് ട്യൂബിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കത്തീറ്റർ. ഈ ലോങ് ട്യൂബിൽ എന്താ ഉണ്ടാവുക, ഒരു സോഡിയം ക്ലോറൈഡിന്റെ സലൈൻ സൊല്യൂഷൻ ആയിരിക്കും. അതിൽ ആന്റി കൊയാഗുലൻ ഇതും മെഡിസിൻ നമ്മൾ ഇടും, അതായത് രക്തം കട്ട പിടിച്ചു പോകാണ്ടിരിക്കാനില്ല. എന്നിട്ട് അത് നേരെ ആ കത്തീറ്റർ എവിടത്തേക്ക് കടത്തി വിടും, ഹാർട്ടിനുള്ളിലേക്ക്. ഏത് ചേമ്പറിലാണോ വേണ്ട ആ ചേമ്പറിലേക്ക് എന്ത് ചെയ്യും, കടത്തി വിടും. ക്ലിയർ അല്ലേ. അപ്പോൾ ഹാർട്ടിലെ ചേമ്പറിൽ എന്തുണ്ടാവും, ബ്ലഡ് ഉണ്ട്. ആ ബ്ലഡിന് എന്തുണ്ട്, ഒരു പ്രഷർ ഉണ്ട്. ക്ലിയർ അല്ലേ. ആ പ്രഷർ ആരെ തള്ളുന്നുണ്ടാവും, കത്തീറ്ററിൽ എന്താ ഉള്ള, ഉപ്പുള്ള സോഡിയം സൊല്യൂഷൻ ഉള്ള ആ സൊല്യൂഷൻ എന്ത് ചെയ്ത് പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, തള്ളുന്നുണ്ടാവും. ശരിയല്ലേ. ഇനി ആ കത്തീറ്ററിന്റെ മറ്റേ അറ്റത്ത് നമ്മൾ എന്ത് വെച്ച് കൊടുക്കും, പുറത്തുള്ള അറ്റത്ത് സെൻസർ വെച്ച് കൊടുക്കും. അപ്പോൾ ഹാർട്ടിന്റെ ഉള്ളിൽ നിന്ന് ആരെ തള്ളി, കത്തീറ്ററിലുള്ള സൊല്യൂഷനെ ആര് തള്ളി, അതിനുള്ള ബ്ലഡ് തള്ളി. അപ്പോൾ ആ തള്ളൽ എവിടത്തേക്ക് എത്തും, ഇത് ഫുൾ എന്താ ഉള്ളത്, സൊല്യൂഷനിലുള്ള അത് എവിടെ എത്തും, ആ കത്തീറ്ററിന്റെ മറ്റേ എൻഡിൽ ആ പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യില്ലേ. നിങ്ങളിപ്പോൾ ഒരു പൈപ്പ് എടുത്തു, പൈപ്പിൽ ഫുൾ വെള്ളമുള്ള പൈപ്പിന്റെ ഒരു വശത്ത് നിങ്ങൾ വെള്ളം തള്ളിയാൽ എന്ത് ചെയ്യും, ആ വെള്ളം എന്ത് ചെയ്യും, ആ പ്രഷർ എവിടെ ഉണ്ടാവും, പൈപ്പിന്റെ മറ്റേ അറ്റത്ത് എന്ത് ചെയ്യും, റിപ്പയർ ചെയ്യില്ല. അതുപോലെ ഹാർട്ടിന്റെ ഉള്ളിലെ ആ കത്തീറ്ററിലെ ഫ്ലൂയിഡിൽ ഹാർട്ടിലെ ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ടാവും, തള്ളുന്നില്ല. ആ തള്ള് എവിടെ എത്തും,
പുറത്തെത്തും. അപ്പോൾ ആ പുറത്ത് എന്ത് വെച്ച് കൊടുക്കും, നമ്മൾ സെൻസർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യും. അതാണ് എന്ത് എക്സ്ട്രാ വാസ്കുലർ മെത്തേഡ്. ഇനി ഇൻട്രാ വാസ്കുലർ മെത്തേഡിലോ കത്തീറ്റർ കടത്തിവിടും. കത്തീറ്ററിന്റെ അറ്റത്ത് തന്നെ നമ്മൾ എന്ത് വെച്ച് കൊടുക്കും, അതിൽ ഫ്ലൂയിഡ് ഒന്നും ഉണ്ടാവില്ല, അറ്റത്ത് തന്നെ എന്ത് വെച്ച് കൊടുക്കും, ഡയറക്റ്റ് ആയിട്ട് ചെറിയ മിനിയേച്ചർ എന്ത് വെച്ച് കൊടുക്കും, സെൻസർ വെച്ച് കൊടുക്കും. ഇത് ഡയറക്റ്റ് ആയിട്ട് ഹാർട്ടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്ത് മെഷർ ചെയ്തു, പ്രഷർ മെഷർ. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഇൻട്രാ വാസ്കുലർ മെത്തേഡ്. ഇനി എക്സ്ട്രാ വാസ്കുലർ സിസ്റ്റം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് catheter. Catheter is connected three-way stopcock and then to a pressure sensor. It is filled with a saline heparin. Heparin എന്ന് പറയുന്നത് ആന്റി കോയാഗുലന്റ്, രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മെറ്റീരിയൽ ആണ്. അപ്പോൾ സൊല്യൂഷൻ എന്ത് വെച്ചിട്ടുണ്ടാവും, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ഇനി എക്സ്ട്രാ വാസ്കുലറിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഹാർട്ടിന്റെ ഉള്ളിൽ നിന്ന് ബ്ലഡിന്റെ പ്രഷർ ആരെയാ തള്ളുന്നത്, ഫ്ലൂയിഡിനെ തള്ളുന്നത്. ആ ഫ്ലൂയിഡിലൂടെ പ്രഷർ എവിടെ എത്തും, കത്തീറിന്റെ മറ്റേ എൻഡിലെത്തും. അവിടെയാണ് എന്ത് വെച്ചിട്ടുള്ളത്, സെൻസർ വെച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും എന്തുണ്ടാവും, ഒരു ഡിലേ ഉണ്ടാവും. മനസ്സിലായോ? കാരണം ആ പ്രഷർ എന്ത് ചെയ്യണം, കത്തീറിലൂടെ തള്ളല് എന്ത് ചെയ്യും, പുറത്തുനിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ടാവും, ഡിലേ ഉണ്ട്. അപ്പോൾ ഫാസ്റ്റ് വേരിയേഷൻ ഒന്ന് മെഷർ ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, എക്സ്ട്രാ വാസ്കുലർ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? The frequency of response of the catheter sensor system is limited by the hydraulic properties of the system. It creates time delay in detection of pressure when pressure pulse is transmitted. അപ്പോൾ ഡിലേ ഉണ്ടാവും. അപ്പോൾ സഡൻ വേരിയേഷൻസ് ഒക്കെ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് തന്നെ നോക്കണം, ഇൻട്രാ വാസ്കുലർ സെൻസർ വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, മെഷർ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തൊക്കെ സെൻസേഴ്സ് നമ്മൾ ഉപയോഗിക്കുക ഇൻട്രാ വാസ്കുലറിൽ? ഇപ്പോൾ സ്ട്രെയിൻ ഗേജ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫൈബർ ഒപ്റ്റിക് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ മെഷർമെന്റ് എന്ത് ചെയ്യും, നടക്കും.